ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടിപൊളി നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ചാണ് ഉണ്ടാക്കുന്നത്. തുടക്കക്കാർക്കും ബേക്കിംഗ് അറിയാത്തവർക്കും വേണ്ടിയുള്ള വീഡിയോ ആണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഒരു പാത്രം സെറ്റ് ചെയ്ത് ആദ്യം മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിൽ സൺഫ്ലവർ ഓയിൽ, ഒരു നുള്ളുപ്പ്, പാല്, അരക്കപ്പ് പിന്നെ മൈദാപ്പൊടി, അരക്കപ്പ് പൊടിച്ച പഞ്ചസാര, 2 കോഴിമുട്ട, പിന്നെ വാനില എസൻസ് മാത്രമാണ് നമ്മൾക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടത്. അത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അത് മാത്രമാണ് ഇതിൽ നമുക്ക് വീട്ടിലില്ലാത്ത സാധനമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റായിട്ട് ഈ 2 മുട്ടയുടെ വെള്ളം മാത്രം ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് എടുത്ത് വെക്കണം. മഞ്ഞ വേറൊരു പാത്രത്തിലും വെക്കണം. വെള്ളയിൽ ഒരു നുള്ളു പോലും ഈ മഞ്ഞക്കരുവിൻ്റെ ഒരു അംശം പോലും വീഴാതെ എടുക്കാൻ ശ്രദ്ധിക്കണം. അത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചെടുത്താൽ മതി. അതെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് മൈദാപ്പൊടി ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. 3-4 തവണയെങ്കിലും കുറഞ്ഞത് നമ്മുടെ മൈദാപ്പൊടി നന്നായിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കണം. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് നന്നായിട്ട് തന്നെ അരിപ്പയിൽ അരിച്ചെടുക്കണം. പിന്നെ ഈ മുട്ടയുടെ വെള്ള മാറ്റിയെടുക്കുന്നതിലും ഈ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ മുട്ടയുടെ വെള്ള നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഹാൻഡ് ബീറ്ററിലാണ് ചെയ്യണത്. നിങ്ങൾക്ക് വിസ്കാണുള്ളതെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം. കുറച്ച് സമയം കൂടുതൽ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് നല്ലത് ക്രീമി ടെക്സ്റ്റൈലിൽ ആക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വാനില എസൻസ് ലേശം ചേർക്കുക. അതും കൂടെ ചേർത്തതിന് ശേഷം 2 കോഴിമുട്ട എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ മഞ്ഞ കൂടി ലാസ്റ്റ് ഇതിലേക്ക് ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിടണം. അപ്പോൾ 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കോഴിമുട്ട വെള്ളയും എല്ലാം കൂടെ ആക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് മൈദപ്പൊടി നമുക്ക് ആ അരിപ്പയിൽ തന്നെ കുറേശ്ശെ ഒന്നുകൂടെ ഇങ്ങനെ അരിച്ച് തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കുറേശ്ശെ മാത്രം ഇങ്ങനെ ചേർത്താൽ കട്ട കെട്ടാതെ നന്നായിട്ട് തന്നെ കിട്ടും. നമുക്ക് ബാറ്റർ കട്ട കുത്താതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് കേട്ടോ. കുറേശ്ശെ ചേർക്കാതെ നമ്മൾ സ്പൂണിൽ കോരി ഇടുമ്പോൾ അത് ഇങ്ങനെ കട്ടയാവും, അടിയിലൊക്കെ നമുക്ക് മിക്സ് ആവാതെ ആവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ബാക്കി ലാസ്റ്റായിട്ടുള്ള പൊടി കൂടെ ചേർത്ത്, കുറച്ച് പൊടി കൂടെ ബാക്കിയുണ്ട്, അതുകൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്റർ ഇങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് ആക്കിയെടുത്താൽ നമുക്ക് നല്ലൊരു കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കിയെടുക്കാം. ഇത് ബേക്കിംഗ് അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമിലൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും അറിയാത്ത ഒരു സമയത്ത് ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ഫ്ലോപ്പായി പോവാറുണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ആക്കിയെടുക്കുക എന്ന്. അപ്പോൾ ഇതുപോലെ വിഷമിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണൂലേ, ഇതുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടുക ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നമുക്ക് എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് ഉള്ള വീഡിയോ. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ഓവറായിട്ട് ഇങ്ങനെ പൊന്തി ഇങ്ങനെ ഒരു ഷേപ്പില്ലാതായി പോവുക അങ്ങനെയൊന്നും ആയിട്ടില്ല. എന്നാൽ കുഴിഞ്ഞ് താന്നു പോയിട്ടുമില്ല. നല്ല പെർഫെക്റ്റായിട്ട് നല്ല സ്പോഞ്ചായിട്ട് തന്നെ 160 ഡിഗ്രിയിൽ 20 മിനിറ്റ് കൊണ്ട് എനിക്ക് കുക്കായി കിട്ടിയതാണ് ഈ കേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.